സുരേഷ് ഗോപിയുടെ ഭാര്യ എന്ന രീതിയിൽ മാത്രമല്ല മലയാളികൾക്ക് അവരുടെ പ്രിയപ്പെട്ട താരപത്നിയെ ഒരുപാട് ഇഷ്ടമാണ് എന്നതൊരു കലാകാരി കൂടി ആയതുകൊണ്ടാണ്. പറഞ്ഞു വന്നത് രാധികയെക്കുറിച്ചാണ്. എന്നാൽ എല്ലാ ഭാര്യമാർക്കും ഉള്ളതുപോലെ ശാഠ്യവും ചെറിയ പൊസസീവ്നെസ്സും ഒക്കെ നടനോടുണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. അതായത് സുരേഷ് ഗോപിയുടെ ഇൻറ്റിമേറ്റ് പഴയ സീനുകളൊക്കെ തന്നെയും നടിമാരോടൊപ്പം കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സീനുകളിൽ രാധിക എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അത്തരം സീനുകൾ വരുമ്പോൾ രാധിക എഴുന്നേറ്റ് പോകും, ഒന്നും പറയില്ല, പരിഭവമൊന്നും പറയില്ല. ആദ്യ സമയമൊക്കെ ഇത് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു. എന്നാൽ ഇത് സിനിമയാണ്, അത്രയും പേരുടെ നടുക്കുനിന്നാണ് അത്തരത്തിൽ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെയൊന്നും തോന്നില്ല എന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും സെറ്റുകളിൽ വരികയും ഒക്കെ ചെയ്തപ്പോൾ രാധികയ്ക്ക് പതിയെ പതിയെ കാര്യങ്ങൾ മനസ്സിലാവുകയായിരുന്നു. എന്നാൽ സുരേഷ് ഗോപി പടങ്ങൾ ഭൂരിഭാഗവും ഉള്ളത് ഒരു വളരെയധികം ആക്ഷൻ പടങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പടങ്ങളിൽ ഒന്നും തന്നെ അങ്ങനത്തെ ഇൻറ്റിമേറ്റ് സീനുകളുമില്ല. എന്നാൽ രാധിക കൊച്ചുകുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുന്നത് സുരേഷ് ഗോപിയുടെ അരികിൽ നിന്നാണ് എന്നറിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സന്തോഷം. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അത് ആശ്ചര്യത്തോടെയും സ്നേഹത്തോടെയുമാണ് രാധികയുടെ ആ കുറുമ്പ് കാണുന്നതെന്ന് പറയാം. സിനിമയിൽ സജീവമല്ലെങ്കിലും കുടുംബ പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നായകനാണ് സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള തിരക്കുകളിൽ കാരണം തന്നെ അഭിനയ രംഗത്ത് നിന്നും താൽക്കാലികമായി മാറി നിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ പഴയ അഭിമുഖങ്ങളും അനുഭവങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട്. അത്തരത്തിൽ തന്നെ തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെയും അതുപോലെ സിനിമാ ജീവിതം തരംഗമാകുന്ന ഒരു സാഹചര്യത്തിൽ സിനിമാ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായി വീണ്ടും മാറുന്നത്. സുരേഷ് ഗോപി പങ്കുവച്ച കാര്യങ്ങളും അനുഭവങ്ങളും വീണ്ടും ശ്രദ്ധേയാകുന്നുണ്ട്. സിനിമയിൽ ലിപ് ലോക്ക് രംഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുമോ എന്ന ചോദ്യത്തിന് താനൊരു കലാകാരനാണെന്നും സിനിമ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇത്തരം വിഷയങ്ങളിൽ വീട്ടിൽ ചർച്ചകൾ പോലും ഉണ്ടാകാറില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിന്ദൂരരേഖ എന്ന സിനിമയിൽ ഒരു പാട്ട് ടിവിയിൽ വരുമ്പോൾ രാധിക കാണാറുണ്ടെങ്കിലും പായയിൽ രണ്ടുപേരും കിടക്കുന്ന രംഗമെത്തുമ്പോൾ രാധിക പതുക്കെ എഴുന്നേറ്റ് പോകും. താനൊരു 4-5 തവണ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി ഓർത്തെടുക്കുന്നുണ്ട്. എന്നാൽ ശോഭനയുടെ കൂടെ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഇവരാണല്ലോ ശരിക്കും ഭാര്യയും ഭർത്താവും എന്ന് രാധിക ഇപ്പോഴും പറയാറുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സൂപ്പർ ഹിറ്റ് ചിത്രമായ മാനത്തെ കൊട്ടാരത്തിൽ നടി ഖുഷ്ബുവിനെ കോരിയെടുക്കുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ എൻ്റെ നടുവിന് പരിക്കേറ്റിരുന്നു. ആ പടം എപ്പോൾ കണ്ട് വീട്ടിലെത്തി രാധിക സിനിമയേതുപോലെ തന്നെ കോരിയെടുക്കണമെന്നും കൊച്ചുകുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ രാധികയെ താൻ അതുപോലെ എടുത്തതായി സുരേഷ് ഗോപി ഓർത്തെടുക്കുന്നെന്നും രാധികയുടെ കുറുമ്പുകളെല്ലാം മനസ്സിൽ ഓർത്തെടുത്ത് പറയുകയും ചെയ്തൊരു വീഡിയോ ആണ് വൈറലാകുന്നത്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു രാധികയെ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാവരോടും വളരെയധികം സൗമ്യമായി പെരുമാറുന്ന ചിരിച്ച മുഖത്തോടെ അല്ലാതെ നമുക്കൊരിക്കലും രാധികയെ കാണാനും സാധിക്കില്ല. പ്രേക്ഷകരെല്ലാവരും പറയുന്ന പോലെ തന്നെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഉള്ളൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു. രാധികയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത്തരത്തിലെല്ലാം കൂടുതലും കമന്റ് ചെയ്ത് എത്തുന്നത് കൂടി എന്നത് സത്യം തന്നെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.